മഹാഭാരതം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്നാണ്. ഒരു രാജവംശത്തിന്റെ കഥയായി ആരംഭിച്ച് മനുഷ്യന്റെ ധർമ്മം, അഹങ്കാരം, സ്നേഹം, യുദ്ധം, ത്യാഗം, വിധി എന്നിവയെ ആഴത്തിൽ ചോദ്യം ചെയ്യുന്ന മഹത്തായ ഒരു ദാർശനിക ഗ്രന്ഥമായി ഇത് വളർന്നു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് വേദവ്യാസ മഹർഷിയാണ് മഹാഭാരതം രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതൊരു കഥ മാത്രമല്ല, മനുഷ്യജീവിതത്തിന്റെ സാരാംശം തന്നെയാണ് മഹാഭാരതം. ഈ ഇതിഹാസത്തിന്റെ തുടക്കം ഹസ്തിനാപുരം എന്ന മഹത്തായ രാജ്യത്തോടെയാണ്. ചന്ദ്രവംശത്തിലെ രാജാവായ ശന്തനുവിനും ഗംഗാദേവിക്കും ജനിച്ച ഭീഷ്മൻ മഹാഭാരതത്തിലെ ആദ്യ മഹാനായ കഥാപാത്രമാണ്. പിതാവിന്റെ സന്തോഷത്തിനായി സ്വന്തം വിവാഹവും രാജപദവിയും ഉപേക്ഷിച്ച ഭീഷ്മന്റെ പ്രതിജ്ഞ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗങ്ങളിലൊന്നായി കണക്കപ്പെടുന്നു. എന്നാൽ ആ ത്യാഗം തന്നെയാണ് പിന്നീട് മഹാഭാരതത്തിലെ ദുരന്തങ്ങളുടെ അടിസ്ഥാനമാകുന്നത്. ഹസ്തിനാപുരത്തിന്റെ സിംഹാസനത്തിന് അവകാശികളായ ധൃതരാഷ്ട്രനും പാണ്ഡുവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ജന്മന കാഴ്ചക്കുറവുള്ള ധൃതരാഷ്ട്രൻ രാജാവാകാൻ അർഹനല്ലാതായപ്പോൾ പാണ്ഡുരാജാവായി. എന്നാൽ പാണ്ഡുവിന്റെ അകാല മരണം പാണ്ഡവരെ അനാഥരാക്കി. ധൃതരാഷ്ട്രന്റെ മക്കളായ കൗരവരും പാണ്ഡുവിന്റെ പുത്രന്മാരായ പാണ്ഡവരും ഒരേ രാജകൊട്ടാരത്തിൽ വളർന്നെങ്കിലും അവർക്കിടയിലെ വൈവൈര്യം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ ധർമ്മത്തിന്റെ പ്രതീകമായിരുന്നു. ഭീമന്റെ ശക്തിയും അർജുനന്റെ അപാരമായ വില്ലുവിദ്യയും നകുല സഹദേവന്മാരുടെ ജ്ഞാനവും ചേർന്നാണ് പാണ്ഡവരെ ശക്തരാക്കിയത്. മറുവശത്ത് ദുര്യോധനന്റെ അഹങ്കാരവും ദുശാസനന്റെ ക്രൂരതയും ശകുനിയുടെ കപടതയും ചേർന്ന് കൗരവരെ അന്ധകാരത്തിലേക്ക് നയിച്ചു. ദ്രൗപദിയുടെ സ്വയംവരമാണ് മഹാഭാരതത്തിലെ പ്രധാന വഴിത്തിരിവ്. അർജുനൻ ദ്രൗപദിയെ നേടിയപ്പോൾ അവൾ 5 പാണ്ഡവർക്കും ഭാര്യയായി. ഈ സംഭവം ഇന്നും മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ഒരു സാമൂഹിക ധാർമ്മിക ചോദ്യമായി നിലനിൽക്കുന്നു. ദ്രൗപദി മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രമാണ്. അവളുടെ അപമാനം തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ തീ കൊളുത്തിയത്. ചതിയിലൂടെ നടന്ന ചൂതാട്ടത്തിൽ യുധിഷ്ഠിരൻ രാജ്യം നഷ്ടപ്പെടുത്തി സഹോദരന്മാരെയും ദ്രൗപദിയെയും അടിമകളാക്കി. രാജസഭയിൽ ദ്രൗപദിയെ വസ്ത്രഹരണത്തിന് വിധേയയാക്കാൻ ശ്രമിച്ചപ്പോൾ കൃഷ്ണന്റെ ദിവ്യശക്തിയാൽ അവൾ രക്ഷപ്പെടുന്നു. ഈ നിമിഷം ധർമ്മം എത്രത്തോളം അപമാനിക്കപ്പെടാമെന്നതിൻ്റെ ശക്തമായ ഉദാഹരണമാണ്. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് പാണ്ഡവർ നീതി ആവശ്യപ്പെട്ടപ്പോൾ ദുര്യോധനൻ ഒരു സൂചിയുടെ തുമ്പുപോലും ഭൂമി നൽകാൻ തയ്യാറായില്ല. അപ്പോൾ യുദ്ധം അനിവാര്യമാകുന്നു. കുരുക്ഷേത്രത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിന് തുടക്കം കുറിച്ചു. യുദ്ധഭൂമിയിൽ അർജുനൻ വിഷമത്തിൽ വീഴുമ്പോൾ കൃഷ്ണൻ അവനോട് ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത. ഇത് മഹാഭാരതത്തിന്റെ ആത്മാവാണ്. കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന സന്ദേശം ഇന്നും മനുഷ്യജീവിതത്തെ നയിക്കുന്ന ഒരു മഹത്തായ തത്വമായി നിലനിൽക്കുന്നു. 18 ദിവസത്തെ യുദ്ധത്തിൽ ഭീഷ്മനും ദ്രോണനും കർണനും അഭിമന്യുവുമടക്കം അനേകം മഹാവീരർ വീഴുന്നു. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധത്തിൽ അവസാനം പാണ്ഡവർ ജയിക്കുന്നു. എന്നാൽ ആ വിജയം സന്തോഷമല്ല, മറിച്ച് ശൂന്യതയാണ് സമ്മാനിച്ചത്. ജയിച്ചവർക്കും തോറ്റവർക്കും ഒരുപോലെ നഷ്ടങ്ങൾ മാത്രം ബാക്കിയാകുന്നു. യുദ്ധത്തിനു ശേഷം യുധിഷ്ഠിരൻ രാജാവാകുമ്പോഴും അവന്റെ മനസ്സ് സമാധാനത്തിലായിരുന്നില്ല. അവസാനം പാണ്ഡവർ രാജ്യം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനം ആരംഭിക്കുന്നു. ഒരാളായി ഓരോരുത്തർ വീണുപോകുമ്പോൾ ധർമ്മത്തിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ തിരിച്ചറിയുന്നു. അവസാനം യുധിഷ്ഠിരൻ മാത്രം സ്വർഗത്തിലേക്കെത്തുമ്പോൾ അവിടെയും അവനെ കാത്തിരുന്നത് പരീക്ഷണങ്ങളാണ്. മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത്
ഒരു സത്യമാത്രമാണ്. മനുഷ്യൻ പൂർണ്ണമായും നല്ലവനോ ചീത്തയോ അല്ല. ഓരോ കഥാപാത്രവും നമ്മളിലെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മഹാഭാരതം ഒരു കഥയല്ല, അത് മനുഷ്യന്റെ ഉള്ളിലെ യുദ്ധത്തിന്റെ ചരിത്രമാണ്.